ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു കീറിപ്പോയ ഈ ഒരു കീറത്തുണിയും അതുപോലെ തന്നെ ഈ ഒരു കാർഡ്ബോർഡും വെച്ചിട്ടൊരു കിടിലൻ സാധനമാണ്, രണ്ട് സാധനമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എന്താണെന്നല്ലേ, അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഓക്സിഡൈസ്ഡിൻ്റെ ആ റിങ്ങിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഇതുപോലെ ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും സൈസ് വേണ്ടെങ്കിൽ ഞാൻ ആ ഒരു സാധനം ഒട്ടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അത്രയും ഷേപ്പിൽ ഞാൻ അത്രയും വലിയ ഇതിൽ ഞാൻ വെട്ടിയെടുത്തത്. ഇപ്പം നിങ്ങൾക്ക് അത്രയും വേണ്ട, ചെറുതാണോ വേണ്ടതെങ്കിൽ നമുക്ക് ചെറിയ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ജ്വല്ലറിയാണ് ചെയ്യുന്നതുകൊണ്ട് ജ്വല്ലറി ടൈപ്പ് തന്നെയാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം നമ്മളിങ്ങനെ വെട്ടിയെടുക്കുക. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ വേണം നമുക്ക് വെട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പിൽ വെട്ടാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമുക്കിതിൻ്റെ ഒരു MDFിൻ്റെ ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. അതിന് വിലക്കുറവാണ്. ഞാനിങ്ങനെ വാങ്ങിച്ചിട്ടില്ല, എന്നാലും വില കുറഞ്ഞ രീതിയിലാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ കുറച്ച് കീറത്തുണി വേണം. നമ്മൾ ഈ ചുരിദാറിനൊക്കെ തയ്ക്കുന്ന ആ ഒരു തുണികൾ, ഇതിപ്പോൾ എൻ്റെ ഒരു ചുരിദാറിൻ്റെ ഒരു പീസാണിത്, കട്ട് പീസാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി നെക്സ്റ്റ് സംഭവം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ഫെവിബോണ്ടിൻ്റെ പശ, ഞാൻ പുതിയ പശ വാങ്ങിച്ചു കേട്ടോ. ഫെവിബോണ്ടിൻ്റെ പശ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മളൊന്ന് ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ പശ തൂത്തിട്ട്, കുറച്ച് പശ മതി കേട്ടോ, ഒത്തിരി അങ്ങ് തൂക്കണ്ട, കുറച്ച് പശ മതി. എന്നിട്ട് ജസ്റ്റ് സൈഡെല്ലാം ഒന്ന് നല്ല രീതിയിൽ ആ ഒരു സർക്കിൾ വരുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം കുറച്ച് ക്ഷമയോടെ ചെയ്യുക. നമ്മുടെ കയ്യിലൊക്കെ ചിലപ്പം ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് കാണാൻ ഈ പശ ആയതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് പുറകിലോട്ട് ഇയറിങ്ങിൻ്റെ ആ ഒരു ബേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബേസ് എന്ന് വെച്ചാൽ നമ്മൾ ഇയറിങ് ഇങ്ങനെ കുത്തി വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ആ ഒരു ഭാഗത്ത് നല്ലപോലെ പശ തേച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്തോട്ട് ഒരു തുണിയും കൂടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ സാധാരണ ഫാബ്രിക് ഇയറിങ്സ് എല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് സ്റ്റിച്ച് കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ബലമായിട്ട് നിന്നോളും. അപ്പം മെഷീൻ സ്റ്റിച്ചിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് ഹാൻഡ് സ്റ്റിച്ചാണ്. നമ്മൾ വലിച്ചു മുറുക്കുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ കുറച്ചുകൂടെ നല്ലപോലെ ബലമായിട്ട് നിന്നോളും. എന്നിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ ബാക്കി വരുന്ന പോർഷൻസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിനി ഇതുപോലെ നമുക്കിൻ്റെ അടിയിൽ എൻ്റെ കയ്യിൽ യൂസ് ചെയ്തിട്ടുള്ള പണ്ടത്തെ 2 ജിമിക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വെയിറ്റ് കുറഞ്ഞ ജിമിക്കിയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഈ ഒരു ഇയറിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞേക്കുന്നത് ഇത് വെയ്റ്റ്ലെസ് ആണ്. ഇത് തീരെ വെയിറ്റ് ഇല്ല. നമുക്ക് എത്ര വലിയ ഷേപ്പിൽ ഇയറിങ്സ് ഉണ്ടാക്കി ഇട്ടെന്ന് പറഞ്ഞാലും ഇതിന് തീരെ വെയിറ്റ് ഇല്ല കേട്ടോ. വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. നമ്മൾ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ഒക്കെയാണ് ഒത്തിരി വെയിറ്റ് ഉള്ള കമ്മലുകളുണ്ട്. പക്ഷേ ഇതാണെങ്കിൽ വലിയ കമ്മലാണെന്ന് പറഞ്ഞാൽ പോലും പക്ഷേ വെയിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കാർഡ്ബോർഡ് ഷീറ്റാണ്. നമ്മൾ MDF ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വലിയ വെയിറ്റ് ഒന്നും കാണത്തൊന്നുമില്ല. അപ്പോൾ നമ്മളിതുപോലെ കത്രിക വെച്ചിട്ട് ഒരു കിഴുത്തിയിട്ട ശേഷം ഞാൻ അതിനകത്തോട്ട് ജംറിങ് വെച്ചിട്ട് ഈ ഒരു ജിമിക്ക അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന 2 ഇയറിങ്സിൻ്റെ ഡിസൈൻസാണ്. ഒന്ന് സ്റ്റഡിൻ്റെ ടൈപ്പും ഒന്ന് ഹാങ്ങിങ് ആയിട്ടുള്ള ടൈപ്പുമാണ് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ ജിമിക്ക ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഒരു സാധനം വെച്ചിട്ട്, ഒരു സർക്കിളിൻ്റെ പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണല്ലോ ഞാൻ ഒരു വട്ടം വരച്ചത്. അപ്പോൾ ആ ഒരു സാധനം ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതും എൻ്റെ ഒരു ഇയറിങ്ങിൻ്റെ ഒരു ബാലൻസാണിത്. അത് ജസ്റ്റ് ഏകദേശം ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അടക്കാമെന്നുള്ളതും. അപ്പം നമ്മൾ ഈ ഒരുമാതിരി എത്തനിക് ആയിട്ടുള്ള വെയേഴ്സിൻ്റെ കൂടെയൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. സെയിം ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ നടുക്ക് ഞാനൊരു മിററോടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുണി ഏത് വേണമെങ്കിലും എടുക്കാം. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കോട്ടൺ തുണിയായിരിക്കും കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ തുണി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി സെക്കൻഡ് ഇയറിംഗ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ മറ്റേ ആ കാർഡ്ബോർഡ് പീസിൻ്റെ ബാക്കി പോർഷൻ എടുത്തു. എന്നിട്ട് ഞാൻ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നത്. അപ്പം എനിക്കൊരു സ്ക്വയർ ഷേപ്പ് കിട്ടി. സ്ക്വയർ ഷേപ്പ് കിട്ടിയ ശേഷം ഞാൻ അതിനകത്ത് പണ്ട് നമ്മൾ എന്താണോ ചെയ്തത്, ഒരു കീറത്തുണി എടുത്തിട്ട്
ഇതെൻ്റെ ഒരു ബ്ലൗസ് പീസിൻ്റെ തുണിയാട്ടോ. അപ്പം ഈ ബ്ലൗസ് പീസിൻ്റെ തുണി എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മൾ ഈ തയ്യൽ കടയിലൊക്കെ പോകുമ്പോൾ അവിടെ കുറച്ച് കീറത്തുണികളൊക്കെ കിടപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ പഴയ തുണികളൊക്കെ ഉണ്ടല്ലോ, ആ തുണി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇയറിങ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു കളർ ഏതാണ് ആ കളർ അനുസരിച്ച് നമുക്ക് ഇയറിങ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഫെവിബോണ്ടിൻ്റെ പശ വെച്ചിട്ട് ഇതുപോലെ 2 സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. മണ്ടയ്ക്കൂടെയും താഴെക്കൂടെയും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ആ സെയിം കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ മണ്ടയ്ക്കൂടെ ജസ്റ്റ് ഒരു തുണിയും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് ഒട്ടിച്ചതാണ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു കംപ്ലീറ്റ് പ്രോപ്പറായിട്ടുള്ളൊരു വർക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഇയറിങ്ങിൻ്റെ ഹാൻഡിൽസ് എല്ലാം ഇയറിങ്ങിൻ്റെ ഹാങ്ങിങ് നമുക്ക് വേണം. നമ്മൾ ഈ ലെയർ മാല ഉണ്ടാക്കുമ്പോൾ ഒരു കണക്ടർ നമുക്ക് കിട്ടും. ആ കണക്ടറാണ് ഞാൻ എൻ്റെ മണ്ടയ്ക്കോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആ കണക്ടർ എൻ്റെ കയ്യിൽ കുറേ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാൻ ആ കണക്ടർ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ അതിൻ്റെ മണ്ടയ്ക്കൂടെ ഫെവിബോണ്ടിൻ്റെ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്സിഡൈസ്ഡ് ആട്ടോ. അപ്പം ആ ഒരു കണക്ടറിൻ്റെ താഴെയാണെങ്കിൽ ഒരു 4-5 ഹോളുണ്ട്. മണ്ടയ്ക്കും അതുപോലെ തന്നെ ഒരു ഹോളുണ്ട്. അപ്പം ഈ മണ്ടയ്ക്കത്തെ ഹോളിലാണ് ഞാൻ ഇയറിങ്ങിൻ്റെ ഹാൻഡിലും ജംറിങ്ങും അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് താഴത്തെ സ്പേസ് വെറുതെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മിറേഴ്സ് കൂടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം മിററിൻ്റെ ആ ഒരു ഇയറിങ് ഞാൻ ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഇയറിങ് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇയറിങ് ജസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ജ്വല്ലറി മേക്കിംഗ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് റെക്കമെൻഡും ചെയ്യുക, ഷെയറും ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 ഇയറിങ്ങും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേക്കണേ. അപ്പം ഈ വലിയ ഇയറിങ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഒത്തിരി വലിയ സൈസാണ്. നിങ്ങൾക്ക് സൈസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഞാൻ ജസ്റ്റ് ആ ഒരു ഓക്സിഡൈസ്ഡ് ആ ഒരു റൗണ്ടിൻ്റെ ആ ഒരു സംഭവം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു.